ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. ലോക ദൃശ്യശ്രാവ്യ ഉച്ചകോടി വേവ്സ് 2025 നാളെ മുംബൈയിൽ തുടക്കമാകും. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാരദാ മുരളീധരൻ ഇന്ന് വിരമിക്കും. താളമേള വർണ്ണവിസ്മയം തീർക്കാൻ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. തിരുവമ്പാടിയിൽ കൊടിയേറി. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുക്കും. സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതിനിടെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഈജിപ്തും രംഗത്ത് വന്നു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിന് ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി മറുപടി നൽകി. ലോക ദൃശ്യശ്രാവ്യ ഉച്ചകോടി വേവ്സ് 2025 നാളെ മുംബൈയിൽ തുടക്കമാകും. മെയ് 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലാണ് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് നടക്കുക. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് നാളെ 9 വർഷം പൂർത്തിയാകും. വിറക്, ചാണകം തുടങ്ങിയ പരമ്പരാഗത പാചക ഇന്ധനങ്ങൾക്ക് പകരം എല്ലാ വീടുകളിലും എൽപിജി കണക്ഷൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് 2016 മെയ് 1-നാണ് പദ്ധതി ആരംഭിച്ചത്. 10.33 കോടി എൽപിജി കണക്ഷനാണ് പദ്ധതിയിലൂടെ ഇതുവരെ നൽകിയത്. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. 4200ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കും. കൂടാതെ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 3 മാസത്തോളം നീണ്ട ട്രയൽ റണ്ണിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം തുടങ്ങിയിരുന്നു. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാന സർക്കാർ ചടങ്ങിലേക്ക് തന്നെ വിളിച്ചിട്ടില്ലെന്നും വിഴിഞ്ഞം തുറമുഖം UDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടുണ്ടായതാണെന്നും പ്രതിപക്ഷ നേതാവ് കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. 15 സ്കൂളുകളിൽ നിന്നായി 1500ഓളം വിദ്യാർത്ഥികൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് സൂംബ അവതരിപ്പിക്കും. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തെ 47 ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളും 12 ജില്ലാ കേന്ദ്രങ്ങളിൽ മൊബൈൽ സർജറി യൂണിറ്റുകളും സജ്ജമാക്കുന്നു. ഇവയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാരദാ മുരളീധരൻ ഇന്ന് വിരമിക്കും. ഇന്ന് വൈകിട്ട് ദർബാർ ഹാളിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ആണ് അടുത്ത ചീഫ് സെക്രട്ടറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ബസവ ജയന്തി. ഇന്ത്യയിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നാന്ദി കുറിച്ച കർണാടകത്തിലെ ബസവേശ്വരയെ അനുസ്മരിച്ച് ഇന്ന് ബസവ ജയന്തി ആഘോഷിക്കുന്നു. ബസവേശ്വരയുടെ സാമൂഹ്യ ദർശനവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായുള്ള അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമങ്ങളും ഇന്നും ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയ ആയി ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ നേർന്നു. താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു പൂരം വരുന്നു. തിരുവമ്പാടിയിൽ കൊടിയേറി.
വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് കൊടിയേറ്റുന്നതോടെ ആരവങ്ങൾ ഉയരുകയായി. ഇനിയുള്ളത് പൂരത്തിൽ അലിഞ്ഞു ചേരാനുള്ള കാത്തിരിപ്പുകൾ. കാതിനെ കുളിർപ്പിക്കുന്ന ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും കണ്ണിന് കാഴ്ചവിരുന്നൊരുക്കുന്ന കുടമാറ്റവും വർണ്ണമഴയും ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ് തൃശൂരിന്റെ മണ്ണ്. പ്രധാനികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 10ഓളം ക്ഷേത്രങ്ങളിൽ ഇന്ന് കൊടിയുയരുന്നതോടെ ആവേശം കൊട്ടിക്കയറും. മെയ് 6-നാണ് തൃശൂർ പൂരം. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും പൂര ദിവസത്തിലാണ് നടക്കുക. 7-ന് ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ഇനി ശക്തന്റെ തട്ടകം പൂരലഹരിയിൽ ആറാടും. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. കോട്ടയത്തെ പൊതുപരിപാടി കഴിഞ്ഞ് മടങ്ങും വഴി ചങ്ങനാശ്ശേരി NSS മിഷൻ ആശുപത്രിയിൽ എത്തിയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടത്. പുതുക്കിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും അടുത്ത മാസം 13 മുതൽ 5 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പുതുക്കിയ പാഠപുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂടാതെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പരിശീലനവും മുഴുവൻ അധ്യാപകർക്കും നൽകും. സംസ്ഥാനത്ത് 8ാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 30% കുറവായി സ്കോർ നേടിയ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 25-ന് ആരംഭിച്ച പരീക്ഷ ഇന്ന് അവസാനിക്കും. 8ാം ക്ലാസ്സിൽ ആകെ 3.9 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഫലം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴക്കാലപൂർവ്വ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തും. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായാണ് ഒരു മാസക്കാലം പരിശോധനകൾ നടത്തുക. തട്ടുകട മുതൽ ചെക്ക് പോസ്റ്റുകൾ വരെ വിപുലമായ പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തെറ്റുതിരുത്താനും മറ്റും ലഭിച്ച അപേക്ഷകളുടെ പട്ടികയും തെറ്റുതിരുത്തിയ പട്ടികയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി. പട്ടിക ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നോട്ടീസ് ബോർഡിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും മലപ്പുറം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. ദ്രോണാചാര്യ പുരസ്കാര ജേതാവായ ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ജില്ലയിലെ ഉഴവൂർ സ്വദേശിയാണ്. ഒളിമ്പിക്സ് ജേതാവ് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു. റൈഫിൾ ഓപ്പൺ സൈറ്റ് ഇവന്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനാണ് സണ്ണി തോമസ്. 1993 മുതൽ 2012 വരെ 19 വർഷം അദ്ദേഹം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായി. ഉഴവൂരിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു സണ്ണി തോമസ്. വിരമിച്ച ശേഷം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിക്കുകയായിരുന്നു. 3.5 പതിറ്റാണ്ടിലധികം നീണ്ട പോലീസ് സർവീസിൽ നിന്ന് ഫുട്ബോൾ ഇതിഹാസം IM വിജയന് ഇന്ന് ഔദ്യോഗിക പടിയിറക്കം. മലപ്പുറം MSP ഡെപ്യൂട്ടി കമാൻഡന്റ് ആയാണ് വിരമിക്കുന്നത്. 1987-ൽ ഹവീൽദാറായിട്ടായിരുന്നു നിയമനം. 2003-ൽ അർജുന അവാർഡ് ലഭിച്ച വിജയന് ഈ വർഷം പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. കോട്ടയം ചെസ് അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഗ്രാൻഡ് മാസ്റ്റർ ഓപ്പൺ ചെസ് ടൂർണമെന്റിന് ഇന്ന് കോട്ടയത്ത് തുടക്കം. 16 രാജ്യങ്ങളിൽ നിന്നും 232 താരങ്ങൾ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കോഴിക്കോട് നടക്കുന്ന മത്സരത്തിൽ KSEBയും ഗോകുലം കേരളയും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള പോലീസ് ഇന്റർ കേരള FCയെ തോൽപ്പിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് താപനില വർദ്ധിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ താപനില 36 മുതൽ 38 ഡിഗ്രി വരെ ഉയർന്നേക്കാം. മംഗളൂരുവിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹം മലപ്പുറത്ത് എത്തിച്ചു. ചോലക്കുണ്ട് ജുമാ മസ്ജിദിൽ ഖബറടക്കും. 2024-25 സാമ്പത്തിക വർഷത്തിൽ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന് 39.07 കോടി രൂപയുടെ ലാഭം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും ലാഭം നേടിയ സാമ്പത്തിക വർഷമാണ് ഇതെന്ന് മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 42 പോയിന്റ് ഉയർന്ന് 80,326-ലും നിഫ്റ്റി 11 പോയിന്റ് വർദ്ധിച്ച് 24,347-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 40 രൂപ കുറഞ്ഞ് 71,800 രൂപയും ഗ്രാമിന് 8,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. ലോക ദൃശ്യശ്രാവ്യ ഉച്ചകോടി വേവ്സ് 2025-ന് നാളെ മുംബൈയിൽ തുടക്കമാകും. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാരദാ മുരളീധരൻ ഇന്ന് വിരമിക്കും. താളമേള വർണ്ണ വിസ്മയം തീർക്കാൻ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. തിരുവമ്പാടിയിൽ കൊടിയേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.